മലബാറിൽ ഒരുപാട് പേരുകേട്ട ഒരുപാട് പാട്ടുകാർ, ഇവരൊക്കെ വളക്കൂറുള്ള മണ്ണാണ് ഈ കടത്തനാടിൻ്റെ മണ്ണ്. ഏതായാലും നമ്മുടെ വിശിഷ്ടാതിഥി ഒരുപാട് പാട്ടുകൾക്ക് സംഗീതം ചെയ്തും ഒരുപാട് വിദ്യാർത്ഥികൾക്കത് പകർന്നു കൊടുത്തും അവരെ ഉന്നതിയിലേക്ക് നയിച്ച ഹക്കീം മാസ്റ്റർ പുൽപ്പറ്റ അവർകളാണ്. അദ്ദേഹത്തെ ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിൽ സ്നേഹപൂർവം സ്വാഗതം അരുളുകയാണ്. ഇത് കേൾക്കാൻ, നമ്മുടെ ഈ സദസ്സ് ധന്യമാക്കാൻ നമ്മുടെ പിന്നണി ഗായകനായ കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന നമ്മുടെ VT മുരളി ഉൾപ്പെടെ MC വടകര ഉൾപ്പെടെ പ്രശസ്തരായവർ വേദിയിലുണ്ട്. അതും നമുക്ക് ധന്യമാണ്. ഏതായാലും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, പാട്ടും പറഞ്ഞും സന്തോഷിപ്പിക്കാൻ ഞാൻ സ്നേഹപൂർവം ഹക്കീം മാസ്റ്ററെ ക്ഷണിച്ചുകൊണ്ട് 2 വരി പാട്ടോടുകൂടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ദിവസം വല്ലാത്ത സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം പ്രശസ്തരായ 2 പേര് എൻ്റെ തൊട്ട മുമ്പ്, ഒന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ്, അതോടൊപ്പം തന്നെ കാരശ്ശേരി മാഷ്. കാരശ്ശേരി മാഷ് നിങ്ങൾ എന്നോട് പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാടാം എന്നുള്ളതാണ്. പ്രഗത്ഭരായ കുറച്ച് ആളുകളുടെയൊക്കെ വാക്കുകൾ നിങ്ങൾ കേട്ടു. ഒരുപാട് അറിയപ്പെട്ട കവികൾ നമ്മുടെ മുരളി മാഷ് ഇവിടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു ഭാഗ്യം കിട്ടിയത് വല്ലാത്ത സന്തോഷം തന്നെയാണ്. അത് പറയേണ്ട കാര്യം തന്നെയാണ്. ഞാനിവിടെ വരാനുള്ളൊരു കാരണം, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കുറേ പാട്ടുകൾ ഞാനും കുട്ടികളും ഇങ്ങനെ പാടാറുണ്ട്. കുറച്ച് പേരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ വന്നപ്പം കുറേ പേര് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഞാനും കുട്ടികളും ക്ലാസ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ പാട്ട് പാടും. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻറ്റുകളൊക്കെ വരാറുണ്ട്. സ്കൂളുകളിൽ ഇങ്ങനെ റീലെടുക്കാൻ പാടുണ്ടോ? ഈ അടുത്തൊരു കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? പക്ഷേ ഒരു ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ചിലപ്പോൾ അതൊരു പ്രശ്നമായേക്കാം. ഞാനൊരു മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. ഞാനങ്ങനെ ഒരു റീലെടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഞാനത് പോസ്റ്റ് ചെയ്തത്. ഞാനൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 1964 ചിത്രകല പഠിപ്പിക്കാൻ ഒരു ഹാൻഡ് ബുക്ക് അധ്യാപകർക്ക് കിട്ടിയത്. അതോടൊപ്പം 2014 ഒരു പഠന സഹായി ഇതുപോലെ ടീച്ചേഴ്സിന് കിട്ടി. 2018 കിട്ടി. അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് 2024 കുട്ടികളുടെ കയ്യിലേക്ക് കലാവിദ്യാഭ്യാസത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വന്നതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ കാണാനുള്ളൊരു കാരണം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാനിവിടെ വരാൻ തന്നെ കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ചിത്രകലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒരു കുട്ടിയുടെ തുടർച്ചയും വളർച്ചയും കൃത്യമായി രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിൽ പറയുന്നു.
ചിത്രകലയിലെ സാധ്യതകൾ ഭയങ്കര. ഇപ്പോൾ ഈ വടകര എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കുറേ ആർട്ട് അധ്യാപകർ, ഞാൻ അറിയുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. ചിത്രകലയിൽ ഭയങ്കരമായ സാധ്യതകളാണ്. ശരിക്കും കുട്ടികളിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നു, വർണ്ണങ്ങളെ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നു, വാർലി ചിത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു, ആനിമേഷൻ പോലെയുള്ള കുറേ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ അതിൽ പറയുന്നു. അതോടൊപ്പം സംഗീതം നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം അത് ഒട്ടും ചെറുതല്ല എന്നുള്ളതാണ്. ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഈ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, പാട്ട് ഞങ്ങൾ കേൾക്കാറില്ല, സംഗീതം ഇഷ്ടമല്ല എന്ന് പറയുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പം അവരോട് ഞാൻ തിരിച്ചു പറയാറുണ്ട്, അങ്ങനെയെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബാങ്ക് തന്നെ കേൾക്കാൻ പാടില്ല, അതല്ലേ ഖുർആൻ പാരായണം നിങ്ങൾ കേൾക്കരുതെന്ന് ചിലപ്പോൾ ഞാൻ അവരോട് തമാശക്കെങ്കിലും പറയാറുണ്ട്. ഈ അടുത്തൊരു കവിയുടെ റീല് ഭയങ്കര വൈറലായിരുന്നു. സൗദി അറേബ്യയിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ 5 പള്ളിയിൽ നിന്നും 5 ബാങ്കുകൾ ഞാൻ കേട്ടു. 5ഉം 5 രാഗത്തിലായിരുന്നു. ചില ഖുർആൻ പാരായണം, അബ്ദുറഹ്മാൻ സുദീസിയെ പോലുള്ള ചില ഖുർആൻ പാരായണങ്ങൾ. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, സംഗീതം പഠിക്കാത്ത, അതിൻ്റെ ബേസിക് ഒന്നും അറിയാത്ത ആളുകൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ബാങ്ക് വിളിക്കുന്നത്, അതിലെ ഗമക പ്രയോഗങ്ങൾ ശരിക്കും അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ചില മാപ്പിളപ്പാട്ടുകൾ നമ്മൾ നേരത്തെ തന്നെ വിളിച്ചത് തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. മാപ്പിളപ്പാട്ടുകൾ കുറേ പാടിയിട്ടുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ കൂടെ കൂടുതലും സിനിമാ പാട്ടുകളൊക്കെയാണ് കൂടുതലും പാടിയിട്ടുള്ളത്. മാപ്പിളപ്പാട്ടുകൾ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം അതൊട്ടും ചെറുതല്ല എന്നുള്ളതാണ്. താരാട്ടുപാട്ട്, നേരത്തെ സാറ് വളരെ വ്യക്തമായിട്ട് താരാട്ടുപാട്ടിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. താരാട്ടുപാട്ട് നിങ്ങൾക്ക് അറിയുന്ന ഇതിൽ എൻ്റെ കൂടെ പാടണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളൊരു അനുപല്ലവി പാടിക്കഴിഞ്ഞാൽ തിരിച്ച് പല്ലവി പാടിത്തരാൻ തന്നെ കുറേ നല്ല പാട്ടുകാർ നമ്മുടെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വടകര സ്ഥലം എന്ന് പറയുമ്പോൾ കുറേ നല്ല പാട്ടുകാരും കവികളൊക്കെ നമുക്ക് സമ്മാനിച്ചൊരു നാടാണ്. ഞാൻ മീഡിയ വണ്ണിൽ പാടുന്ന സമയത്ത് ആദ്യം പാടിയൊരു പാട്ടിൻ്റെ അനുപല്ലവി ഞാൻ പാടാം. അതിൻ്റെ പല്ലവി എനിക്ക് ആരെങ്കിലും ഒന്ന് പാടിത്തരും. റെഡിയാണ്? പാഠപുസ്തകത്തിൽ മായിൽ പീലി വച്ച് കൊണ്ട് പീലിപ്പെറ്റ് കൂട്ടുമിന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന്, ഇപ്പോൾ ആ കഥകളെ നീ അപ്പടി മറന്ന്. മൈക്കൊന്ന് കൊടുക്കോ? ഇതാ ഇവിടെ ഒരാൾ റെഡിയാണ്. എന്നോട് മാത്രം പാടാനല്ല പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പാടാം, നമുക്ക് പാടാം എന്നുള്ളതാണ്. ഇതാ ഞാൻ ഹെൽപ്പ് ചെയ്യാം. വടകരയുടെ പാട്ട് അല്ലേ? യെസ്. ഓത്തുപള്ളിയിലന്ന് നമ്മൾ ഒന്ന് കൈയടിച്ചൂടെ? കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നീ എനിക്കായി കിട്ടിയ നെല്ലിക്ക കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. നല്ലൊരു കൈഡി കൊടുക്കാം കേട്ടോ, മനോഹരമായി പാടി. കൂടെ ഞാൻ ഈ സ്കൂളിലൊക്കെ കുട്ടികളുടെ കൂടെ കുറേ പാട്ടുകൾ പാടുമ്പം കുറേ പേര് പറയാറുണ്ട്, ഞങ്ങൾ പഠിച്ച സമയത്തും ഞങ്ങൾക്ക് സംഗീത അധ്യാപകരുണ്ടായിരുന്നു, പക്ഷേ കൂടെ പാടാനോ അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കാനൊന്നും അവർ തയ്യാറല്ലായിരുന്നു. ഞാൻ ഈ റീലിൻ്റെ കാര്യം പറഞ്ഞപ്പം ഒരു ദിവസം രാത്രി 8 മണിക്ക് ഞാനും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും കൂടെ നമ്മുടെ കൈതർപ്പൻ സാറുടെ നല്ലൊരു പാട്ട് പാടി രാത്രി 8 മണിക്ക് പോസ്റ്റ് ചെയ്തു. പിറ്റേന്ന് ഏകദേശം 10 മണിയാകുമ്പോഴേക്ക് ഏകദേശം അത് 12 മില്യൺ ആൾക്കാർ കണ്ടു എന്നുള്ളതാണ്. ആ പാട്ട് എനിക്ക് തോന്നുന്നു, ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു, 7 നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലെ എന്നാരു പറഞ്ഞു. കണി ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ, ആരാണി കള്ളം ചൊല്ലിയതാരാണാവോ, ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു. ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്.
അത് റീലിന് വേണ്ടി പോസ്റ്റ് ചെയ്തതൊന്നുമല്ല. അത് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പോസിറ്റീവായിട്ടുള്ള നല്ല കമൻറ്റുകൾ വന്നു. അതിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. ആർട്ട് എന്ന മേഖലയിൽ 5 മേഖലകൾ, ചിത്രകലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും അതിൽ അഭിനയ സാധ്യതകളെക്കുറിച്ചും ഒക്കെ, സിനിമാ സാധ്യതകൾ, പുതിയ കാലത്ത് റീൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വന്നത് കൊണ്ടാണ് ഇത്തരം റീൽസൊക്കെ നിങ്ങൾ കാണുന്നത്. ആ റീൽസ് വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കണ്ടത് കൊണ്ടാണ് ഞാനിവിടെ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയം കുറേ വൈകിയിട്ടുണ്ട്. കുറച്ച് പാട്ടുകൾ നമുക്ക് ഒരുമിച്ച് പാടാം അല്ലേ? കുറച്ച് വേണമെങ്കിൽ കരോക്കെ വെച്ചിട്ട് നമുക്ക് പാടാമെന്ന് തോന്നുന്നു അല്ലേ? മാപ്പിളപ്പാട്ടുകൾ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മാപ്പിളപ്പാട്ടിൻ്റെ ശാഖകളെക്കുറിച്ച് നേരത്തെ കുറച്ച് ഇവിടെ സംസാരിച്ചു. പക്ഷേ മാപ്പിള കവികളെക്കുറിച്ച്, ഇപ്പോൾ മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ പറയും ഈ പുതിയ കാലത്തെ പൈങ്കിളിപ്പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൻ്റെ ഒരുപാട് നല്ല കവികളെക്കുറിച്ച്, അതുപോലെ മാപ്പിളപ്പാട്ട് ശാഖകളെക്കുറിച്ച്, ഇപ്പം മാപ്പിളപ്പാട്ട് കവികളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ വൈദ്യരെക്കുറിച്ച് നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞു. വൈദ്യർ കുറേ നല്ല മാപ്പിളപ്പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സവാദർ അലി അള്ളാഹുവിനും നബിയുമായിട്ടുള്ളൊരു സംഭാഷണം ഞാൻ ആദ്യമായിട്ട് കുട്ടിക്കാലത്ത് പാടിയൊരു പാട്ടായിരുന്നു. ഉരത്തിയ മൗലല്ലുറൂബ ഉശിരങ്ങൾ യാ ഹബീബ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്. ഞാൻ ആദ്യം ഒരു സബ് ജില്ലാ കലോത്സവത്തിന് വേണ്ടി കുട്ടിക്കാലത്ത് പാടിയതാണ്. അപ്പോൾ തന്നെ കത്തുപാട്ടുകൾ അല്ലേ, കിസ്സപ്പാട്ട്, ഗസ്സുപാട്ട്, വട്ടപ്പാട്ട്, ഒപ്പനപ്പാട്ട്, വെറ്റിലപ്പാട്ട്. എനിക്ക് ആരെങ്കിലും ഒരാളൊരു കത്തുപാട്ട് പാടിത്തരും? എനിക്കൊരു കത്തുപാട്ട് പാടിത്തരും ഏതെങ്കിലും ഒരു എസ്.എൽ. ജമീൽ സാഹിബിൻ്റെ ചെറിയ വാക്കുകളിൽ പോലും വലിയ സാഹിത്യം ഒളിപ്പിച്ച വലിയ കവിയാണ് നമ്മുടെ എസ്.എൽ. ജമീൽ സാഹിബ്. ഏതെങ്കിലും ഒരു പാട്ട് അറിയോ? എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീഷത്തിൽ ചൊല്ലിടുന്നു അസ്സലാം. അതുപോലെ ഉമ്മമാർ മക്കൾക്കും മക്കൾ ഉമ്മമാർക്കൊക്കെ ഇന്ന് കുറേ കത്ത് എഴുതിയിടാൻ ഞാൻ അസ്സലാമു അലൈക്കുമോദി എൻ്റെ പൊന്നുമ്മാനെ കാണാനുള്ള പൂതി അബുദാബിയിലുള്ളൊരെഴുത്തു പെട്ടി. അതുപോലെ തന്നെ KT മുഹമ്മദ് സാഹിബ് തന്ന കുറേ നല്ല പാട്ടുകൾ. അറബ് നാട്ടിൽ ഇവിടെ ഇന്ന് ഞാനുമെത്തിയുമ്മ അലകടലിന്ന, എന്തു പാട്ടല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ പാടിയതാരായിരുന്നു? നമ്മുടെ താജുദ്ദീൻ, പിന്നെ അവരുടെ പടങ്ങളുടെ ഉപ്പയാണെന്ന് തോന്നുന്നു, കുഞ്ഞിമൂസക്ക തന്ന നല്ലൊരു പാട്ടാണെന്ന് തോന്നുന്നു. അതുപോലെ PT അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും KT മുഹമ്മദിൻ്റെ ഒക്കെ കുറേ പാട്ടുകളുണ്ട് അല്ലേ? വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, പരം വിധിച്ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചത്ത് നമുക്കുണ്ടോ നാട്ടിലെ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ. മാലപ്പാട്ടുകൾ, കത്തുപാട്ടുകൾ, കെസ്സുപാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, വെറ്റിലപ്പാട്ടുകൾ നേരത്തെ ഒന്ന് സാറ് പാടിയെന്ന് തോന്നുന്നു അല്ലേ? കിളിവാലൻ വെറ്റില നീട്ടി മുറുക്കിയിട്ട് കിളവന്മാരെല്ലാരും സഭയിൽ രസിക്കുന്നേ, കലപ്പില കല്യാണ പാട്ടുവീരുത്തിയിട്ട്. ചില പാട്ടുകൾ കുറേയുണ്ട്, കത്തുപാട്ടുകളുണ്ട്, കിസ്സപ്പാട്ട്. അതെ, മൈക്കൊന്ന് കൊടുക്കോ? അറിയുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് പാടാം, നമുക്ക് പാടാം എന്നുള്ള, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാൻ. എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ് നിങ്ങൾ ഒറ്റയ്ക്ക് പാടണ്ട, കുറേ പാടാൻ ആഗ്രഹമുള്ള ഒരു കത്ത്. ഓക്കെ, വെറ്റിലപ്പാട്ട് ഏതെങ്കിലും ഒരു പാട്ട്. നമ്മുടെ സമൂഹം വളരുന്നതിന് മുമ്പുള്ള ഒരു പാട്ടാണിത്. കാരണം മുസ്ലിം സമൂഹങ്ങൾ ഇന്ന് വിദ്യാഭ്യാസം നേടി എത്രയോ മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതുപോലെ തന്നെ നല്ല ഗ്രേഡുകളിൽ അവരെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾ അവിടെ എത്തുകയും കത്ത് എഴുതാൻ പറ്റില്ല, കത്ത് നമ്മൾ എഴുതി കൊടുക്കണം. അങ്ങനെ വരുന്ന കാലഘട്ടത്തിലുള്ള ഒരു പാട്ടാണിത്.
ഐശോമ്മ നുമ്പിൽ നടന്ന് നുമ്പിലോമാ ബിയാത്തും അതിൻ്റെ ബൈലൈശ കൂട്ടിയും ഇത പുറപ്പെടുന്നേ. ഐശോമ്മ നുമ്പിൽ നടന്ന് നുമ്പിലോമാ ബിയാത്തുമ്മ അതിൻ്റെ ബൈലൈശ കൂട്ടിയും ഇത പുറപ്പെടുന്നേ. ആ കാലഘട്ടത്തിൽ മറ്റൊരു പാട്ടുണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെന്നോ വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. താങ്ക് യു. ഓക്കെ നല്ലൊരു കൈഡി കൊടുക്കാം. ഈ വെറ്റിലപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു വെറ്റിലപ്പാട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പി ടി അത്രേമൻ സാറുടെ കുറേ നല്ല പാട്ടുകളിലെ പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം, നിസാമിക്ക് കവിതകൾ ഉരവിട്ട ദിവിടം, മസീനവിക്കുറവിയ മറബിക്കട്ടിവിടം. ഇതേതാ പാട്ടെന്നറിയോ? തുടക്കം ഒന്ന് പാടിത്തരുമോ? ഒട്ടകങ്ങൾ വരി വരി വരിയായി, മരങ്ങൾ നിര നിര നിരയായി. ഓക്കെ, ഈ പാടാൻ നമുക്ക് പാടാം. എന്നോട് ഒറ്റയ്ക്ക് പാടാനല്ല പറഞ്ഞത്. കുറേ നല്ല പാട്ടുകാർ നിങ്ങളുടെ മുമ്പിൽ വരും. ഞാൻ ഈ കുട്ടികളെ കൂടെ കുറേ പാട്ടുകൾ പാടുന്നത് കൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്നവരൊക്കെ ഒന്ന് കൂടെ പാടിക്കാം എന്നുള്ളതാണ്. കുറച്ച് സിനിമാ പാട്ട് പാടിയാൽ നിങ്ങൾ എൻ്റെ കൂടെ പാടുമോ? പാടട്ടെ, പഴയ പാട്ടുകൾ പാടട്ടെ. ഓക്കെ, ബാബുക്കയുടെ ഒരു പാട്ട് പാടട്ടെ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നിൻ കരളിലെറിയുവതെന്തിനോ. മൈക്കൊന്ന് കൊടുത്ത് അവരും പാടിക്കോളും. തുടക്കം. എഴുതിയ മിഴികളെ പ്രണയമധുരത്തെ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊരു പാട്ട്. മലരമ്പൻ വളർത്തുന്ന മന്ദാരമണികയിൽ മധുമാസം വിരിച്ച മലരാണോ. തുടക്കം. അനുരാഗഗാനം പോലെ അല പോലെ. ഓക്കെ, ഈ എന്നെ വിളിച്ചപ്പോൾ ഈ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ശരിക്കും. കുറച്ച് പാട്ടുകൾ നിങ്ങളെയും കൂട്ടി പാടാം എന്നുള്ളതാണ്. മാപ്പിളപ്പാട്ടിൻ്റെ കുറച്ച് കവികളെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക, മാപ്പിളപ്പാട്ട് ശാഖകളെക്കുറിച്ച് ഒന്ന് പറയുക, അവരുടെ കുറച്ച് നല്ല പാട്ടുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കുറച്ച് പേര് പറഞ്ഞു ഓഡിയൻസും പാടുന്നു. നമുക്ക് സമയത്തിൻ്റെ ചെറിയൊരു പരിമിതി നമുക്കുണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ, എനിക്ക് ആ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് തരുമോ? കൂടെ നമുക്ക് കുറച്ച് സിനിമാ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും കുറച്ച് നല്ല പുതിയ കാലത്തെ കവികളെക്കുറിച്ചും പഴയ കാലത്തെ കവികളുടെ കുറച്ച് പാട്ടുകളൊക്കെ കോർത്ത് നമുക്ക് ഒരുമിച്ച് പാടാം എന്നുള്ളതായിരുന്നു പ്ലാന്. പക്ഷെ അതിൻ്റെ സമയം നമുക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് 1-2 പാട്ടുകൾ നമുക്ക് പാടി അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഏത് പാട്ടുകളാണ് പാടുന്നത്? സിനിമാ പാട്ട് പാടണോ? മധുവർണ്ണ പൂവല്ലേ, അതാണ് പാടേണ്ടത്. ഓക്കെ, മധുവർണ്ണ പൂവല്ലേ ഒരു മാപ്പിളപ്പാട്ടാണ് പാടുന്നത്. പാടാം നമുക്ക്. ഓക്കെ. വടകരയിലെ ശ്രോതാക്കളുടെ ആവശ്യാർത്ഥമാണ് SP ഉസ്മാൻ സാഹിബ് രചിച്ച
മധുവർണ്ണ പൂവല് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മുടെ അക്കി മാസ്റ്റർ ഇനി ആലപിക്കുന്നത്. 2 മാപ്പിളപ്പാട്ട് പാടാം, അതിനുള്ള സമയം നമുക്കുള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചെറിയ പ്രശ്നം. ഓക്കെ, റെഡി, ഒന്ന് പ്ലേ ചെയ്തോളൂ. ഓക്കെ, ഒന്ന് കൈയടിക്കും. റെഡി, നിങ്ങൾക്ക് അറിയുന്ന ഒരു പാട്ട് പാടാം. മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂവോടല്ലേ മധുരപാതിയിലേ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ
പാട്ടുകൂടെ പാടിയിട്ട് ഞാനൊന്ന് വേദി അങ്ങ് മാറാം. മാപ്പിളപ്പാട്ട് തന്നെ ആക്കാം അല്ലേ? ഓക്കെ. എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാട്ട് പാടിയത് അനശ്വരനായ വടകരക്കാരനായ PC ലിയാഖത്താണ്. SP ഉസ്മാൻ രചിച്ച് PC ലിയാഖത്ത് തന്നെ സംഗീതവും ചെയ്ത് PC ലിയാഖത്ത് പാടിയ പാട്ടാണ്. വളരെ മനോഹരമായി ഇന്നും അന്നും മനോഹരമാക്കിയ മാപ്പിളപ്പാട്ടിൽ ഒന്നാണ് മധുവർണ്ണ പൂവല്ലേ എന്ന് തുടങ്ങുന്ന ഗാനം. ഒന്നുകൂടെ പാടാം. മുത്തുവൈര മാപ്പിളപ്പാട്ട് തന്നെ പാടാം. ട്രാക്ക് അയച്ചിട്ട് മുത്തുവൈരക്കല്ല് വച്ച രത്നമാല മാറി ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം സ്വപ്നത്തേരിൽ ഉറങ്ങിടുമ്പോൾ സ്വർഗവാതിൽ കണ്ടിടുമ്പോൾ സ്വർഗനിമിഷ
പുഷ്പമരത്ത് പൂനിലാവിൻ പൂക്കളെല്ലാം പുഞ്ചിരിക്കും നേരമല്ലേ ആതിരാവിൻ ശൂന്യതയിൽ പൂക്കും ഹാജത്ത് തനദന്ത 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 തനദനിനോ തനദന്ത 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 തനദനിനോ മുത്തുവൈരക്കല്ല് വച്ച രത്നമാല മാറി ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം താമരപ്പൂവിൻ്റെ മുത്ത് കൊരുത്ത മാല്യം മാറിലിട്ട് ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത് ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത് മുത്തുവൈരക്കല്ല് വെച്ച രക്തമാല മാറി ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് അറിഞ്ഞവർക്ക് കൂടെ പാടാം പാടാം തനദന്ത 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 തനദനിനോ തനദന്ത 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 തനദനിനോ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിപ്പോഴും സംഗീതത്തിൻ്റെ ആ ആലസ്യത്തിൽ നിന്ന് ഉണർന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഈ അവസരത്തിൽ നന്ദി എന്ന വാക്ക് അതിൻ്റെ ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ ആത്മാർത്ഥതയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ സെഷൻ്റെ പേര് പോലെ തന്നെ സദസ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സെഷനായിരുന്നു ഇത്. സംഗീതത്തിന് കാലമോ ദേശമോ ഭാഷയോ ഒന്നും ജാതിയോ മതമോ ഒന്നും തടസ്സമല്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു സെഷൻ കൂടിയായിരുന്നു ഇത്. അങ്ങനെ വടകരയുടെ ഇന്നത്തെ വൈകുന്നേരത്തെ സംഗീത സാന്ദ്രമാക്കിയ ഹക്കീം സാറിന് വളരെ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 3ാമത്തെ ദിവസമായ ഇന്ന് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച മൂസ നാസർ സാറിനും സംഘാടകർക്കും ഈ സദസ്സിനെ പ്രൗഢമാക്കിയ ഈ വേദിയെ പ്രൗഢമാക്കിയ ഇതിൽ പങ്കെടുത്ത എല്ലാ സദസ്യർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി പറയുകയാണ്. നന്ദി.